പ്രകൃതിക്ഷോഭ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. 2017 എയർലിഫ്റ്റിംഗ് നടത്തിയതിന്റെ വാടക കേന്ദ്ര സർക്കാർ കേരളത്തിനോട് ആവശ്യപ്പെട്ടത് ചൂണ്ടിക്കാണിച്ചായിരുന്നു കോടതിയുടെ വിമർശനം. കേന്ദ്ര നടപടി അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. SDRF നിബന്ധനകളിൽ മാറ്റം വരുത്താൻ കഴിയുമോ എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സാലി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ രൂക്ഷമായ വിമർശനം കേട്ട ഒരു ദിവസമാണിന്ന്. രണ്ട് കാര്യങ്ങളിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കേണ്ടത് അല്ലെങ്കിൽ വിശദീകരണം നൽകേണ്ടത്. ജസ്റ്റിസ് ജയശങ്കരൻ നമ്പ്യാർ അധ്യക്ഷ ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് സ്വമേധയാ എടുത്ത കേസ് പരിഗണിച്ചു വരുന്നത്. ഇന്ന് കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കെ കോടതി ഒരു കാര്യം ഇങ്ങോട്ട് പറയുകയായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് ഈ എയർ ലിഫ്റ്റിങ്ങിനുമൊക്കെയുള്ള പണം സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടത് എന്നുള്ളതായിരുന്നു വിഷയം. അങ്ങനെ ഒരു ചോദ്യം കോടതി ഉന്നയിക്കുകയും അത് അത്ഭുതപ്പെടുത്തുന്ന ഒരു നീക്കമായിപ്പോയി എന്ന് പറയുകയും ചെയ്തു. അതായത് നമുക്കൊക്കെ അറിയുന്നത് പോലെ 2016-17 വർഷക്കാലത്ത് എയർ ലിഫ്റ്റിംഗ് അടക്കമുള്ള രക്ഷാപ്രവർത്തനം നടത്തിയതിന് 132.62 കോടി രൂപ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി സ്റ്റേറ്റിന് ഒരു കത്തയച്ചിരുന്നു. ആ കത്താണ് ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നത്, പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. കോടതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ടാണ് എയർ ലിഫ്റ്റിംഗ് അടക്കമുള്ള ഈ ചാർജുകൾ ഇപ്പോൾ ആവശ്യപ്പെടാൻ എന്താണ് കാരണം? വയനാട് പോലെയുള്ളൊരു വലിയ ദുരന്തമുഖത്ത് ഒരു സംസ്ഥാനം നിൽക്കുന്നു. ആ ദുരന്തമുഖത്ത് നിന്ന് കേന്ദ്രത്തോട് കൂടുതൽ ആനുകൂല്യങ്ങളും സഹായങ്ങളും ഒരു സ്റ്റേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാ സർക്കാരിന് പഴയ ഒരു കണക്ക് വെച്ചൊരു 132 കോടി രൂപയുടെ ബില്ല് അയച്ചത് എന്തുകൊണ്ടാണ് എന്നതാണ് കോടതിയുടെ ചോദ്യം. അതാണ് കോടതിയെ അത്ഭുതപ്പെടുത്തി എന്ന് പറയുന്നത്. ഇതിപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം, 2016-17 ഒക്കെ നടന്ന എയർ ലിഫ്റ്റിങ്ങിൻ്റെ ചാർജ് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ദുരന്തമുഖത്ത് ആ സംസ്ഥാനം നിൽക്കുമ്പോൾ അവരോട് ബില്ല് വീണ്ടും അയക്കണത് ഇപ്പോൾ എന്തിനാണ് അയച്ചത്? ഒരു 5-6 മാസമെങ്കിലും നിങ്ങൾക്ക് അതിന് വെയിറ്റ് ചെയ്തുകൂടെ എന്നുപോലും കോടതിക്ക് ചോദിക്കേണ്ടി വന്നു. അപ്പം കോടതി ചോദിക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഉന്നയിച്ചത് ഈ രക്ഷാപ്രവർത്തനത്തിന് പണം ഈടാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയെ പൊതുവിൽ വിമർശിക്കുകയായിരുന്നു. ഒപ്പം ഇത്തരത്തിൽ പഴയ ബില്ല് ഈ പുതിയ സാഹചര്യത്തിൽ പോലും അയക്കുന്ന ഒരു പ്രവണത കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അക്കാര്യത്തിൽ വിശദീകരണം നൽകണം, ആഭ്യന്തര സെക്രട്ടറി ഒരു സ്റ്റേറ്റ്മെൻറ്റായി നൽകണം അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ എന്നാണ് കോടതി അക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന് SDRF ഫണ്ട് വിനിയോഗം സംബന്ധിച്ചാണ്. SDRF ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാരിനോട് കണക്കുകളും ഒക്കെ വ്യക്തമാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയത് 181 കോടി രൂപ ഇനി SDRFൽ ബാക്കിയുണ്ട്. പക്ഷേ അതിൽ ഭൂരിഭാഗം തുകയും വയനാടിനൊന്നും വിനിയോഗിക്കാൻ കഴിയില്ല. അതിന് പ്രധാനപ്പെട്ട പ്രശ്നം ഈ SDRF വിനിയോഗത്തിലെ കേന്ദ്ര മാനദണ്ഡങ്ങൾ തന്നെയാണ്. അപ്പോൾ കേന്ദ്ര മാനദണ്ഡങ്ങളിൽ ഒരു പൊളിച്ചെഴുത്ത് നടത്തിയാൽ മാത്രമേ ഈ ഫണ്ട് പോലും വയനാടിന് വിനിയോഗിക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. അപ്പോൾ കേന്ദ്ര സർക്കാരിനോട് കോടതി ചോദിച്ച ചോദ്യം, ഈ SDRF ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് മാനദണ്ഡങ്ങളിൽ എന്തെങ്കിലും ഒരു പരിഷ്കാരം, മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ആ കാര്യവും കോടതി അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസം കേസ് പരിഗണിക്കുമ്പോൾ ഇക്കാര്യങ്ങളിൽ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ട്. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി പറയണം, എന്തെങ്കിലും അടിയന്തരമായ ധനസഹായം നൽകാൻ കഴിയുന്ന സാഹചര്യമാണോ, നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ സംസ്ഥാനത്തിന് എന്നുകൂടി പറയണം എന്നും ജയശങ്കരൻ നമ്പ്യാർ പറഞ്ഞിട്ടുണ്ട്. അടുത്ത മാസം, അതായത് ജനുവരി 10 കേസ് വീണ്ടും പരിഗണിക്കും എന്നാണ് കോടതി ഇന്ന് ഓപ്പൺ കോർട്ടിൽ പറഞ്ഞത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് അത് നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. രണ്ട് കാര്യത്തിലും, ഈ എയർ ലിഫ്റ്റിങ്ങിന് പണം ഈടാക്കുന്ന കാര്യത്തിൽ, SDRFൻ്റെ മാനദണ്ഡങ്ങളുടെ കാര്യത്തിലും കുറേ നാളുകളായി സംസ്ഥാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പുറത്ത് ഈ രാഷ്ട്രീയമായും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ മുന്നണിയും ഇടതുമുന്നണിയും ഒക്കെ. കേരളം ഒറ്റക്കെട്ടായി ഇതിന് ആവശ്യപ്പെട്ടതുമാണ്. പക്ഷേ അനുകൂലമായൊരു നിലപാടല്ല കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അതിനിടയിലാണ് പഴയ കാശ് ഇപ്പോൾ ചോദിച്ചുകൊണ്ട് വന്നത്. അത് കോടതിയുടെ വിമർശനത്തിനിടയാക്കി എന്നുള്ളത് ചെറിയ കാര്യമല്ല. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണത്. പറഞ്ഞതുപോലെ പ്രത്യേകിച്ചും നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനമായ ചില കാര്യങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വിമർശനങ്ങളായി തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വരുന്നത്.